വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ബീഹാറിൽ പ്രതിപക്ഷം ആഹ്വാനം ചെയ്ത ബന്ദ് പൂർണ്ണം. പലയിടത്തും അക്രമ സംഭവങ്ങൾ അരങ്ങേറി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ബീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ പ്രഖ്യാപിച്ച ബന്ദ് പലയിടത്തും അക്രമാസക്തമായി. RJD CPIM പ്രവർത്തകർ മാനേറിലെ ദേശീയപാത 30 ഉപരോധിക്കുകയും ടയറുകൾ കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. ജഹ്നാബാദിൽ RJDയുടെ വിദ്യാർത്ഥി സംഘടന ദേശീയപാതയും ട്രെയിനും ഉപരോധിച്ചു. ദർഭംഗയിൽ പ്രതിഷേധക്കാർ നമോ ഭാരത് ട്രെയിൻ തടഞ്ഞു. പപ്പു യാദവിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ നർപത്ഗഞ്ചിൽ ട്രെയിൻ തടഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യം നടത്തിയ മാർച്ച് പ്രതിപക്ഷത്തിന്റെ ശക്തി പ്രകടനം കൂടിയായി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് ആരോപണം രാഹുൽ ഗാന്ധി ബീഹാറിലും ആവർത്തിച്ചു. लोकसभा के चुनाव में महाराष्ट्र में इंडिया गठबंधन मेजॉरिटी लेके आए, जीत के आया और विधानसभा के चुनाव में कुछ ही महीने बाद इंडिया गठबंधन बुरी तरह हारा. രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയെന്നായിരുന്നു RJD നേതാവ് തേജസ്വി യാദവ് വിമർശിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ CPI, CPIML തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളും പങ്കെടുത്തു. 24 ഡൽഹി.